സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. മഞ്ചേശ്വരത്ത് UDF SDPA ഡീൽ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ UDFുമായി ഡീൽ ഉറപ്പിച്ച് SDPI. ഇതിനെ തുടർന്ന് SDPI സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കില്ല. സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന KM അഷ്റഫ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിലാണ് മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. SDPI സ്ഥാനാർത്ഥിത്വം UDFിനെ പരാജയപ്പെടുത്താൻ കാരണമാകുമെന്ന് വിമർശനം ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF നേതൃത്വം ബന്ധപ്പെട്ടെന്ന് SDPI സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് വ്യക്തമാക്കിയിരുന്നു. പറവൂരിൽ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുകയും ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ താണുവണങ്ങി വിളക്ക് കൊളുത്തുകയും ചെയ്തത് ഏത് ഡീൽ ആയിരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് VD സതീശൻ പറവൂരിലെ മനക്കപ്പടി സ്കൂളിൽ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തത്. പിന്നീട് 2001 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ RSS പിന്തുണ അഭ്യർത്ഥിച്ചുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വെളിപ്പെടുത്തിയിരുന്നു. 2022 ഈ വെളിപ്പെടുത്തൽ. UAE തലസ്ഥാനമായ അബുദാബിയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരനടക്കം 2 പേർ മരിച്ചു. മരിച്ച രണ്ടാമത്തെയാൾ പാകിസ്ഥാൻ സ്വദേശിയാണ്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റ 3 പേരിലും ഒരു ഇന്ത്യക്കാരനുണ്ട്. UAE ജോർദാൻ സ്വദേശികളാണ് പരിക്കേറ്റ മറ്റുള്ളവർ. വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് യാത്രക്കാരൻ നൽകിയ പരാതിയിൽ ഇന്ത്യൻ റെയിൽവേ നടപടിയെടുത്തു. IRCTCക്കും കാറ്ററിംഗ് കമ്പനിക്കും ഇന്ത്യൻ റെയിൽവേ പിഴ ചുമത്തി. IRCTC 10 ലക്ഷം രൂപയും ട്രെയിനിൽ കാറ്ററിംഗ് നടത്തിയ കമ്പനി 50 ലക്ഷം രൂപയുമാണ് പിഴയായി നൽകേണ്ടത്. കൂടാതെ വീഴ്ച വരുത്തിയ കാറ്ററിംഗ് കമ്പനിയുടെ കരാർ റെയിൽവേ റദ്ദാക്കുകയും ചെയ്തു. LPG ക്ഷാമത്തിന്റെ പേരിൽ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുടെയും പേരിൽ അധിക ചാർജ് ഈടാക്കരുതെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് വില വർദ്ധിച്ച സാഹചര്യത്തിൽ പല ഹോട്ടലുകളും ബില്ലിൽ പ്രത്യേകമായി ഈ തുക രേഖപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി. ഇത്തരം ചാർജുകൾക്ക് മുൻപ് കേന്ദ്രം വിലക്കിയ സർവീസ് ചാർജിന് തുല്യമാണെന്നും CCPA വിലയിരുത്തി. നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടക്കും. പട്ടാഭിഷേകം, തച്ചിലേടത്ത് ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവയുൾപ്പെടെ നിരവധി സിനിമകൾ രാജേന്ദ്രൻ ക്യാരക്ടർ റോളുകളിലും വില്ലൻ റോളുകളിലും അഭിനയിച്ചു. പ്രശസ്ത നാടകാഭിനേതാക്കളായിരുന്നു O. മാധവന്റെയും വിജയകുമാരിയുടെയും മകളായ സന്ധ്യയാണ് രാജേന്ദ്രന്റെ ഭാര്യ. പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ച് സ്വകാര്യ കമ്പനിയായ നയാര എനർജി. പെട്രോളിന് 5 രൂപ 30 പൈസയും ഡീസലിന് 3 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. അതേസമയം മറ്റു കമ്പനികൾ നിലവിൽ വില കൂട്ടിയിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനു നേരെ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതാണ് വില വർധനയ്ക്ക് കാരണം. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം കടുത്ത ചൂട് തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്തെ അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. എറണാകുളത്ത് എടയാർ വ്യവസായ കേന്ദ്രത്തിലെ ഓയിൽ കമ്പനിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഒരു മരണം. കമ്പനിയിലെ തൊഴിലാളിയായ ബീഹാർ സ്വദേശിയായ ശത്രു മുഖ്യ എന്നയാളാണ് മരിച്ചത്. CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിലാണ് വൻ തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർക്ക് ദാരുണാന്ത്യം. 20ഓളം പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ 6 മർഗപുരം ജില്ലയിലാണ് അപകടമുണ്ടായത്. ചരൽ നിറച്ചു വരികയായിരുന്ന ടിപ്പറുമായി ബസ് കൂട്ടിയിടിക്കുകയായിരുന്നു. തെലങ്കാനയിലെ നിർമ്മലിൽ നിന്ന് നെല്ലൂരിലേക്ക് പോവുകയായിരുന്ന ഹരികൃഷ്ണൻ ട്രാവൽസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.